കാണിക്ക സ്വർണത്തിൽ കുറവ് കണ്ടെത്തിയ മുക്കം ശ്രീ നീലേശ്വരം ശിവക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ മലബാർ ദേവസ്വവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ വരുന്നു. പല ക്ഷേത്രങ്ങളിലും സ്വർണം നഷ്ടപ്പെടുന്നു എന്നുള്ള ആരോപണം വരുന്നുണ്ട്. ഇപ്പോൾ മുക്കം ശ്രീ നീലേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് എന്ത് പരാതിയാണ്? ഇപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥർ എത്ര നേരമായി പരിശോധന തുടങ്ങിയിട്ട്? സ്മൃതി, ഇന്ന് രാവിലെ മുതൽക്കാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അവിടെ 45 സ്വർണ്ണാഭരണങ്ങൾ കാണിക്കയായി ലഭിച്ചു എന്നാണ് അറിയുന്നത്. പക്ഷേ അവിടെ നേരത്തെ നടത്തിയ പരിശോധനയിൽ, അതായത് കഴിഞ്ഞ മാസം നടത്തിയിരിക്കുന്ന പരിശോധനയിൽ അവിടെ 8 എണ്ണം മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. നേരത്തെയുള്ള ഭരണസമിതി ചില സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതിനെ തുടർന്ന് അവരെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പിരിച്ചുവിട്ടിരുന്നു. അതിനുശേഷം പുതിയ ഭരണസമിതി വരികയും അതോടൊപ്പം തന്നെ ഭക്തരുടെയും ആവശ്യപ്രകാരമാണ് ഇപ്പോൾ അവിടെ ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. അതായത് ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ അവിടെ അത് എങ്ങോട്ട് പോയി എന്നുള്ള കാര്യങ്ങൾ അടക്കം പരിശോധിക്കുകയാണ്. നേരത്തെയുള്ള ഭാരവാഹികളടക്കം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുകയും അതോടൊപ്പം തന്നെ ആ ഭരണസമിതിയെ പിരിച്ചുവിടുകയും ചെയ്തത്. പിന്നീട് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളീധരൻ ചാർജ് ഏറ്റെടുത്തതിന് ശേഷം പുതിയ ഭരണസമിതി രൂപീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുകയും ചെയ്തത്. ഏതായാലും 37ഓളം സ്വർണ്ണാഭരണങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താനുണ്ട്. അത് എവിടെ പോയി, എങ്ങനെ നഷ്ടപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ വിശദീകരണം മുൻ ഭരണസമിതിയുടെ ഭാഗത്തും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുകയും ചെയ്തത്. ശരി, ഇപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.